But if you're converting this into Laplace transform, we can find the convolution by simply multiplying that two terms. Okay, അവിടെ convolution operation ഒന്നും വേണ്ട, just multiply ചെയ്താൽ മതി. That is x1 of s into x2 of s. Okay, നോക്ക് ഇപ്പോൾ x1 of t in convolution x2 of t ആണെങ്കിൽ അവിടെ convolution process വേണം. Okay, but in Laplace transform or in S domain ആണെങ്കിൽ just multiplication മതി. Okay, x1 of s into x2 of s. That is convolution property. അപ്പോൾ ഇതിൻ്റെയും നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൂഫ് വേണം. അത് നിങ്ങളൊന്ന് എവിടെന്നെങ്കിലും നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം അതിൻ്റെ കൺവേർഷൻ പ്രോപ്പർട്ടിയുടെ പ്രൂഫ് ഞാൻ നിങ്ങൾക്കത് തരും. നിങ്ങളത് നോക്കി വെക്കാം. നമ്മളോട് ചോദിച്ചു അതിന്റെ പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യാനും അത് പ്രൂവ് ചെയ്യാനും ചോദിക്കാം. ഇതിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. ദെൻ ഇത്രയാണ് എന്ത് പ്രോപ്പർട്ടീസ് ഓഫ് Laplace transform. Linearity property, time property, frequency differential frequency. Okay. We have discussed some Laplace transform standard signals. Okay, Laplace transform of standard signals, which means നമുക്ക് ആയിട്ടുള്ള കുറച്ച് സിഗ്നൽസ് ഉണ്ട് അല്ലേ? ഇപ്പം x of t can be impulse signal, unit step signal u of t, അല്ലെങ്കിൽ ramp signal t into u of t, or exponential signal e raised to minus at u of t. അപ്പം അതൊക്കെ എന്താണ് ഡിഫറെന്റ് ടെസ്റ്റ് സിഗ്നൽസ് ആണ് അല്ലെ, അല്ലെങ്കിൽ എലമെന്ററി സിഗ്നൽസ് ആണ്. നമ്മൾ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ ഫസ്റ്റ് ടോപ്പിക്സ് അതായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്ററി സിഗ്നൽസ്. അപ്പം അതൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് സിഗ്നൽസ് ആണ്. അപ്പം അതിൻ്റെയൊക്കെ ലാപ്ലാസ് ട്രാൻസ്ഫോംസ് നമ്മൾ എന്ത് ചെയ്യുക, ആ വാല്യൂ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് ആ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി, ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ബട്ട് നമുക്ക് ന്യൂമറിക്കൽസിലൊക്കെ ഡയറക്റ്റ് അതിന്റെ വാല്യൂസ് എഴുതിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളായിരിക്കും അവിടെ ചെയ്യേണ്ടി വരിക. അപ്പൊ നമുക്ക് അത് അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒരു ടൈം നമ്മൾ അവിടെ കളയരുത്. ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ ഈ കുറച്ച് സ്റ്റാൻഡേർഡ് സിഗ്നൽസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ടേബിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നെക്സ്റ്റ് വരുന്ന മൊഡ്യൂൾസിലൊക്കെ ആവശ്യമാണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ, സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് ഡോ ഓഫ് ടി ആണെങ്കിൽ ഇറ്റ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി 1. ഓക്കെ, ആൻഡ് ദെൻ അതിന്റെ ആർ ഒ സി ആണെങ്കിലോ എൻറ്റയർ എസ് പ്ലെയിൻ ആണ്. ഓക്കെ, of t and the Laplace transform x of s and r of c and their s green. Okay, and the unit step signal u അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? r of c real of s greater than 0 and t u of t റാമ്പ് സിഗ്നൽ ആണെങ്കിലോ 1 സ്ക്വയർ, t u of t ആണെങ്കിൽ 1 and u of t ആണെങ്കിലോ n factorial divided by s raised to n plus 1. Okay, n factorial divided by s raised to n plus 1. And here real of s greater than 0. ഈ കേസിലൊക്കെ എന്താണ് അതിന്റെ ആർ ഒ സി റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എക്സ്പോണൻഷ്യൽ ടേം ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി, ദെൻ ഇറ്റ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് 1 by s plus a. ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ് അല്ലേ, മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പം നമ്മൾ അതുപോലെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ചോദിച്ചാൽ അതുപോലെ ചെയ്യാം, ഡയറക്റ്റ് ആൻസർ ചെയ്തത്. നിങ്ങളോട് ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി എന്ന് മാത്രം പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിനെ മാർക്ക് ഉണ്ടാവും, ഓരോ സ്റ്റെപ്പിനും മാർക്ക് ഉണ്ടാവും. ബട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന മൊഡ്യൂൾസിലൊക്കെ വേറെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്, വേറെ കുറെ അനാലിസിസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോമും ഫോറിയർ ട്രാൻസ്ഫോമും ഒക്കെ ഉണ്ട്. ഇപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഈ ഒരു വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യേണ്ട കേസ് വരും. ഇനി നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനും നമുക്ക് ഈ ഒരു വാല്യൂ പഠിച്ചു വെച്ചാൽ അത് ബെറ്റർ ആണ്. ഓക്കെ, സോ ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 1 by s plus a. ഓക്കെ, റീജിയൻ ഓഫ് കൺവേർജൻസ് എവിടെയാണ് വരുന്നത്? റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ മൈനസ് എ, ബിക്കോസ് ഇതിന്റെ പോള് എ ആണ്, മൈനസ് എ ആണ്, ആൻഡ് യു ഓഫ് ടി ആണ്. സോ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ മൈനസ് എ.
Okay. Then t into e raised to minus at u of t. That is 1 by s plus a whole square. Okay, ഇതേ ടേം തന്നെ ഇവിടെ നോക്കൂ 1 by s ന് പകരം എന്ത് s പ്ലസ് ഇപ്പൊ ടി യു ഓഫ് ടി 1 by s സ്ക്വയർ ആണെങ്കിൽ ടി ഇ റൈസ് ടു എ ടി യു ഓഫ് ടിക്ക് എന്ത് വരും 1 by s plus a whole square. ഓക്കെ, ഇതിന് ഒരു എസ് പ്ലസ് എ വന്നു, എന്തുകൊണ്ടാണ് ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ഉള്ളതുകൊണ്ട്. ഓക്കെ, ആൻഡ് അതിന്റെ റിയൽ പാർട്ടും ഐ മീൻ റീജിയൻ ഓഫ് കൺവേർജൻസ് ആർ ഒ സി എന്താണ് സിമിലർ ആണ്, റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ മൈനസ് എ. Then t raised to n e raised to minus s t minus a t u of t ആണെങ്കിൽ എന്താണ് n factorial by s plus a whole raised to n plus 1. സിമിലർ ഇക്വേഷൻ ആണ്. ഓക്കെ, അതിൽ എസിന് പകരം എസ് പ്ലസ് എ എടുത്തേ ഉള്ളൂ, ബിക്കോസ് ഇ റേസ് ടു മൈനസ് എ ടി ടേം ഉള്ളതുകൊണ്ട്. ഓക്കെ, അതിന്റെയും റീജിയൻ ഓഫ് കൺവേർജൻസ് സിമിലർ ആണ്. ദെൻ കോസ് എ ടി യു ഓഫ് ടി എന്താണ്? കോസ് എ ടി യു ഓഫ് ടി ഇറ്റ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. S by s square plus a square. Okay, and sin a t u of t its Laplace transform is a by s square plus a square. Okay, മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഈ ടേംസ് ഒക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. Then e raised to minus bt cos a t u of t is s plus b by s plus b whole square plus a square. Okay, e raised to b minus s plus a വന്നത്. Okay, s plus b വന്നത്. Okay, s ന്റെ അടുത്തൊക്കെ s plus b വരും. Then e raised to minus bt sin a t u of t what? A by s plus b whole square plus a square. Okay, so ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 11 സ്റ്റാൻഡേർഡ് സിഗ്നൽസ് ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം മസ്റ്റ് സിഗ്നൽസ് സ്റ്റാൻഡേർഡ് സിഗ്നൽസ് ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിച്ചില്ലേ? റോഷ് പഠിച്ചിട്ടുണ്ടോ? അനുശ്രീ ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? നിങ്ങൾ ഈ ഇതുപോലെയുള്ള സ്റ്റാൻഡേർഡ് ഇതുപോലെ സ്റ്റാൻഡേർഡ് സിഗ്നൽസിന് ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾ മാത്സിൽ എന്തെങ്കിലും ലാപ്ലാസ് ട്രാൻസ്ഫോം പഠിക്കുന്നുണ്ടോ? ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇനി പഠിക്കാനുണ്ടാവും. ഓക്കെ, അതിൽ ഇതുപോലെ സ്റ്റാൻഡേർഡ് സിഗ്നൽസിന്റെ കുറച്ച് സിഗ്നൽസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നിങ്ങൾ ഫെമിലറൈസ്ഡ് ആയിട്ടുണ്ടാവില്ലേ? ഇതുപോലുള്ള ഇക്വേഷൻസ്. ഓക്കെ, സോ ഈ ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെച്ച് വെക്കുക. ഓക്കെ, എൻ്റെ ഓഡിയോ ക്ലിയർ ആവുന്നില്ലേ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, ഇടയ്ക്ക് ബ്രേക്ക് ആകുമ്പോഴൊന്ന് മെസ്സേജിട്ടോ അല്ലെങ്കിൽ വോയിസിലോ ഇൻഫോം ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പം നല്ല മഴയാണ്, അതാണ്. കട്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഓക്കെ, സോ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്തു ആൻഡ് ഡിഫറെൻറ്റ് ലാപ്ലാസ് ട്രാൻസ്ഫോംസും സം ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് സിഗ്നൽസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഇനി ലാസ്റ്റ് ഒരു ടോപ്പിക് നമുക്ക് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ഓഫ് LTI systems using in Laplace transform. അതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ആ ഒരു ടേം കൂടി ആകുമ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂൾ ഫിനിഷ് ചെയ്യാം. Okay, next
stability and causality condition. Okay, so write the heading. Stability and causality. Okay, എന്താണ് condition നോക്കാം. The system with transfer function, the system with transfer function is said to be both causal and stable when all poles lies in the left half of the S-plane. All poles lies in the left half of S-plane. Okay, and stability if the ROC contains J omega axis, then the system is stable. Okay, ഇതാണ് stability and causality conditions. And the system with the transfer function is said to be both causal and stable when all poles lies in the left half of S-plane and if the ROC contains J omega axis. This is J omega axis. Then system is stable. ഓക്കെ, ഇതെന്താണ് കണ്ടീഷൻസ്? നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആൻ എക്സാമ്പിൾ. എച്ച് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/s+2 ഇൻറ്റു s+3. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ അല്ലെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഫൈനലി കിട്ടുന്നത് ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോമിലാണ്. ഓക്കെ, ഹിയർ പോൾസ് ഓഫ് എസ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ പോൾസ് അറ്റ് എസ് ഇസ് ഈക്വൽ ടു -2 ആൻഡ് എസ് ഇസ് ഈക്വൽ ടു -3. ഇതാണ് പോൾസ്. അപ്പൊ നമ്മൾ ഇതിന്റെ ROC വരയ്ക്കുകയാണ്. റീജിയൻ ഓഫ് കൺവേർജൻസ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരും? ഇമാജിനറി പാർട്ട് വരും, ഹിയർ റിയൽ പാർട്ട് വരും. പോൾസ് ഏതൊക്കെയാണ്? -3 ആൻഡ് -2. Okay, these two are the poles. So we have to draw a parallel line to the imaginary axis through these pole values. Okay, -2 and -3. Then ഞാൻ പറയുന്നു ഇറ്റ്സ് എ റൈറ്റ് സൈഡഡ് സീക്വൻസ് ആണ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണ്. ഈ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ എന്തായിരിക്കും? ഇപ്പം s+2 ഇൻറ്റു s+3 ആകുമ്പോൾ നമുക്കറിയാം 2 സിഗ്നൽസ് അവിടെ വരുന്നുണ്ട് അല്ലേ? അപ്പൊ RE(s) ഗ്രേറ്റർ ദാൻ -3 ആൻഡ് RE(s) ഗ്രേറ്റർ ദാൻ -2. ഓക്കെ, ഞാൻ പറയുന്നത് രണ്ടും തന്നിരിക്കുന്ന സിഗ്നലിൽ u(t) ആണുള്ളത്. എങ്കിൽ ഇത് റൈറ്റ് സൈഡഡ് സിഗ്നൽസ് ആണ്. സോ RE(s) ഗ്രേറ്റർ ദാൻ -3, RE(s) ഗ്രേറ്റർ ദാൻ -2. ഓക്കെ, സോ നമുക്ക് എങ്ങനെ വരയ്ക്കാം? RE(s) ഗ്രേറ്റർ ദാൻ -3 നമ്മൾ ഇതുപോലെ വരക്കും. ഓക്കെ, ഇനി RE(s) ഗ്രേറ്റർ ദാൻ -2 നമ്മൾ ഇതുപോലെ വരക്കും. ആ ലൈനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കായിരിക്കും അതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് വരിക. ഓക്കെ, സോ നമ്മൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം വാട്ട് പോയിന്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു തന്നിരിക്കുന്ന ഈ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ROC ഒന്ന് പറഞ്ഞേ. -3 ടു റൈറ്റ് സൈഡിലേക്ക് ROC പോകുന്നുണ്ട്, -2 ടു റൈറ്റ് സൈഡിലേക്ക് ROC പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു തന്നിരിക്കുന്ന സിഗ്നൽ, ടോട്ടൽ സിഗ്നലിന്റെ കോമൺ ROC എവിടെയായിരിക്കും? എവിടെയായിരിക്കും? 2 സിഗ്നൽസ് ഉണ്ടെങ്കിൽ രണ്ട് സിഗ്നൽസിന്റെയും ROC നോക്കുക. എന്നിട്ട് രണ്ട് ROCയും ഓവർലാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടും കോമൺ ആയി വരുന്ന റീജിയൻ, രണ്ട് ROCയും കോമൺ ആയി വരുന്ന റീജിയൻ എവിടെ തൊട്ടാണ്? യെസ്, ഗുഡ്. ഗ്രേറ്റർ ദാൻ -2. ഓക്കെ, ഗ്രേറ്റർ ദാൻ -2 നോക്കിയേ. -3 ടു -2 വരെ -3യുടെ ROC മാത്രമേ ഉള്ളൂ അല്ലേ? -2 ടു അങ്ങോട്ട് പോവാണെങ്കിൽ, റൈറ്റ് സൈഡിലേക്ക് പോവാണെങ്കിൽ രണ്ടിന്റെയും കമ്പൈൻഡ് ROC ഉണ്ട്. സോ ROC ഷുഡ് ബി ഇൻ ദിസ് റീജിയൻ. ഓക്കെ, ഹിയർ നോക്കിയേ,
രണ്ട് പോൾസ് ഉണ്ട്, -3ഉം -2ഉം. രണ്ട് പോൾസ് ഉള്ളത് എവിടെയാണ്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദി എസ് പ്ലെയിൻ ആണ് അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ എസ് പ്ലെയിൻ്റെ ഇമാജിനറി ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്. സോ ലെഫ്റ്റ് സൈഡിലാണ് ഈ പോൾസ് ഉള്ളതെങ്കിൽ ദ സിസ്റ്റം ഈസ് കോസൽ. അതാണ് ഒരു പോയിന്റ്. കോസാലിറ്റി ചെക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിയാൽ നോക്കുക, നമുക്ക് പോൾസ് നമ്മുടെ ഇമാജിനറി left side the system is stable. Okay, so here the poles are placed on the left side of the imaginary axis, so we can write the system is causal. Okay, then next നോക്കുക, നമ്മുടെ ഈ ഒരു ROC, okay, region of convergence നമ്മുടെ ഈ J omega ആക്സിസിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ആ റീജിയൻ ഓഫ് കൺവേർജൻസിലാണോ J omega ആക്സിസ് വരുന്നത്? റീജിയൻ ഓഫ് കൺവേർജൻസിൽ J omega ആക്സിസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ആ ഒരു J omega ആക്സിസ് കാണുന്നില്ലേ, അത് ROCന്റെ റീജിയനിലല്ലേ വരുന്നത്? യെസ്, അപ്പോഴെന്താണ്? ദ സിസ്റ്റം ഈസ് കോസൽ. അതാണ് സെക്കൻഡ്. ഓക്കെ, ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ. സ്റ്റെബിലിറ്റി എന്തായിരുന്നു? ഇഫ് ദ ROC കണ്ടെയ്ൻസ് J omega ആക്സിസ് then the system is stable. ഓക്കെ, സോ ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ the system is both causal and stable. അല്ലേ? Because the poles are placed on the left side of the imaginary axis, so the system is causal, and also the ROC contains J omega axis, so the system is stable. Okay, so the system is both stable and causal. മനസ്സിലായോ? ഇതാണ് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസ്ഫർ ഫൈൻഡ് ഔട്ട് ചെയ്തു, ലാസ്റ്റ് നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും. ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ അതിന്റെ പോൾസ് കണ്ടുപിടിക്കുക. പോൾസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് നമ്മൾ ഇതുപോലെ നമ്മുടെ പോൾ സീറോ മാർക്ക് ചെയ്തിട്ട് if the poles are comes in the left side of the imaginary axis then the system is stable also. Okay, അതാണ് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി കണ്ടീഷൻ. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് ഫിഗേഴ്സ് വരക്കാം, അതൊക്കെ സ്റ്റേബിൾ ആണോ അല്ലയോ നിങ്ങൾ പറയണം. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് ഫിഗേഴ്സ് വരക്കും, നിങ്ങൾ അതൊക്കെ ഏതൊക്കെയാണ് സ്റ്റേബിൾ ഏതൊക്കെയാണ് അൺസ്റ്റേബിൾ എന്ന് പറയണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒരു സിസ്റ്റത്തിന്റെ ROC ഇങ്ങനെ വരുന്നു. ദിസ് ഈസ് J omega, ദിസ് ഈസ് റിയൽ പാർട്ട്, this figure A. Okay, and next one, ഈ ഷെയ്ഡ് കാണിക്കുന്നത് എന്താണ്? ROC റീജിയൻ ആണ്. This is J omega, this is sigma. Okay, and this is B. This is J omega, this is sigma, this is C. ഓക്കെ, ഞാനിവിടെ ഡിഫറെൻറ്റ് സിസ്റ്റത്തിൻ്റെ പോൾ സീറോ പ്ലോട്ട് വരച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എസ് പ്ലെയിനിൻ്റെ പ്ലോട്ട് വരച്ചിട്ടുണ്ട് വിത്ത് ROC. ഓക്കെ, ഈ ഷെയ്ഡഡ് പോർഷൻ ഒക്കെ ROC റീജിയൻ ആണ്. ഓക്കെ, ഇതിൽ ABCDEF വരെ ഞാൻ നെയിമിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏതൊക്കെ സിസ്റ്റംസ് ആണ് സ്റ്റേബിൾ ഒന്ന് നോക്കി പറയാം. ഓക്കെ, സിസ്റ്റം A സ്റ്റേബിൾ ആണോ അല്ലയോ? ഓക്കെ, സിസ്റ്റം A സ്റ്റേബിൾ അല്ല, ബിക്കോസ് ROC റീജിയൻ ഓഫ് കൺവേർജൻസിന്റെ ആ ഒരു A ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അല്ലേ? അപ്പൊ എന്താണ്? അൺസ്റ്റേബിൾ. ഓക്കെ, ദെൻ വിഷ്ണു പറഞ്ഞേ, ഫിഗർ B സ്റ്റേബിൾ ഓർ നോട്ട്?
വിഷ്ണു ഓഡിബിൾ അല്ലേ? ഫിഗർ ബി നോക്കിയിട്ട് ഇസ് ഇറ്റ് സ്റ്റേബിൾ ഓർ നോട്ട്? വിഷ്ണു figure B is or not? ഡൊമിനിക്കിന് ഓഡിയബിൾ അല്ലേ? ഫിഗർ ബി കാണുന്നില്ലേ? സെക്കൻഡ് വൺ. ഇസ് ഇറ്റ് സ്റ്റേബിൾ ഓർ നോട്ട്? ഹലോ, ഞാൻ ഓഡിയബിൾ അല്ലേ? ഓക്കെ, ഗുഡ്. സ്റ്റേബിൾ അല്ല അല്ലേ? ബിക്കോസ് ജെ ഒമേഗ ആക്സിസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അല്ലേ? അൺസ്റ്റേബിൾ. ഓക്കെ, ഗുഡ്. ദെൻ ഫിഗർ സി. റോഷ്നി. ഫിഗർ സി സ്റ്റേബിൾ അല്ലേ? യെസ്, സ്റ്റേബിൾ ആണ് അല്ലേ? ബിക്കോസ് നമ്മൾ ആർ ഒ സി എന്താണ്, ജിയോമെഗ ആക്സിസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ആൻഡ് നീ തന്നെ പറഞ്ഞ ഫിഗർ ഡി സ്റ്റേബിൾ ആണ്. യെസ്, സ്റ്റേബിൾ ആണ്. ഓക്കെ, ദെൻ വൈഷ്ണവ്, ഫിഗർ ഇ. ഫിഗർ ഇ, വൈഷ്ണവ്. ആഷ്ന, ഫിഗർ ഇ. ഓക്കെ, ആൻഡ് ഫിഗർ എഫ്, ആഷ്ന തന്നെ പറഞ്ഞേ. അൺസ്റ്റേബിൾ. ഓക്കെ, അൺസ്റ്റേബിൾ. ഓക്കെ, സോ നമുക്ക് ഇത് നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു പോൾ സീറോ പ്ലോട്ട് വരക്കുക. അതിൽ ആർ ഒ സി മാർക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇഫ് ഇറ്റ് ഈസ് സ്റ്റേബിൾ ഓർ അൺസ്റ്റേബിൾ. ഓക്കെ, അതുപോലെ തന്നെ പോൾ വാല്യൂസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് കോസൽ ഓർ നോൺ കോസൽ. ഓക്കെ, അതൊക്കെ നമുക്ക് കോസൽ ഓർ ആന്റി കോസൽ. ഓക്കെ, അതൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ന്യൂമറിക് നോക്കാം. നമ്മുടെ ഈ ഉണ്ട് നമുക്കൊരു ട്രാൻസ്ഫർ കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ വെച്ച് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, റിലേറ്റഡ് ആയിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഓക്കെ. സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി മനസ്സിലായില്ലേ എങ്ങനെയാണെന്നുള്ളത്? ഇപ്പൊ ഇതിന്റെ ന്യൂമറിക്കൽസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഫൈനലി ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടു, ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ് നോക്കിയിട്ട് കോസാലിറ്റി പറയാം. അതുപോലെ തന്നെ അത് നമ്മൾ പോൾ സീറോ പ്ലോട്ട് വരച്ചു, അതിൽ ആർ ഒ സി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സ്റ്റെബിലിറ്റിയും പറയാം. ഓക്കെ, സോ നമുക്ക് ആ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യാം. ഇതിന്റെ കോസാലിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി കണ്ടീഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ഞാൻ നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇത്രയാകുമ്പോഴേക്കും നമ്മൾ മൊഡ്യൂൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഒരു ന്യൂമറിക്കൽ കൂടി നോക്കാം. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഈ ഒരു ടേബിൾ ഡിസ്കസ് ചെയ്തില്ലേ, അതിലെ വാല്യൂസ് വെച്ചിട്ട് നമുക്ക്
എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ഇറ്റ്സ് ROC നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഓക്കെ, സോ നമുക്കൊരു ന്യൂമറിക്കൽ കൂടി ചെയ്യാം. So please write down the question. Find the Laplace transform and ROC of the signal. Find the Laplace transform and ROC of the signal sin omega 0 t plus b sin omega 0 t plus b into e raised to minus at u of t. Okay, that is x of t. X of t is equal to what? Sin omega 0 t plus b into e raised to minus at u of t. Okay, and where a and b are real values. Okay, a and b are real values. Okay, so this is the question. Find the Laplace transform and ROC of the signal. And here x of t is what? X of t is equal to sin omega 0 t plus b into e raised to minus at u of t. Okay, this is a question. Okay, so നമുക്ക് ഈ ഒരു സിഗ്നലിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമും ROC കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്ക് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലെ. നമ്മൾ ഇന്റഗ്രേഷനിലേക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഓഫ് എസ് ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആ ഇന്റഗ്രലിന്റെ ഉള്ളിൽ സൈൻ ഒമേഗ 0 ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി അങ്ങനെയൊക്കെ വരും. 3 മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ വരും. സോ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇന്റഗ്രേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ട് ഈസ് സൈൻ എ പ്ലസ് ബി? Sin a plus b എന്താണ്? Sin a plus b that is equal to sin a into cos b plus cos a into sin b അല്ലേ? sin a plus b എന്താണ്? ഇതൊക്കെ നമ്മൾ മുന്നേ മാത്സിൽ പഠിക്കുന്നതാണ് അല്ലേ, ചെറിയ ക്ലാസ്സിൽ. sin a plus b is equal to sin a into cos b plus cos a sin b. Okay, so നമുക്ക് ഇവിടെ അത് തന്നെ അപ്ലൈ ചെയ്തൂടെ? Instead of a here omega 0 t there, and instead of b here small b is there. Okay, so if you are expanding this, we will get sin omega 0 t into cos b plus cos omega 0 t into sin b അല്ലെ. നമുക്ക് ഇതിനെ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി. ഓക്കെ, ഇതുപോലെ എഴുതി. ദെൻ നമുക്ക് ഈ ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടീനെ ഈ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 ടേംസ് ആക്കി എഴുതാം. എങ്ങനെ? സൈൻ ഒമേഗ 0 ടി ഇൻറ്റു കോസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി പ്ലസ് കോസ് ഒമേഗ 0 ടി ഇൻറ്റു സൈൻ ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി. ഓക്കെ, 2 ടേംസും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇ റേസ് ടു മൈനസ് എ ടി ഇൻറ്റു യു ഓഫ് ടി നമ്മുടെ ആ ബ്രാക്കറ്റിന്റെ ഇൻസൈഡിലേക്ക് എടുത്തു. 2 ടേംസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ടേബിൾ യൂസ് ചെയ്ത് പറയാം. വാട്ട് ഈസ് സൈൻ ഒമേഗ 0 ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി? എന്താണ് ആ വാല്യൂ? അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. എന്ത് എഴുതാം? കോസ് ബിനെ കോമൺ ആയി പുറത്തെടുക്കുക. എന്നിട്ട് സൈൻ ഒമേഗ 0 ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി എന്ന് എഴുതാം. പ്ലസ് ഹിയർ സൈൻ ബിനെ നമുക്ക് പുറത്തേക്ക് വെക്കാം. എന്നിട്ട് കോസ് ഒമേഗ 0 ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടേബിളിലേക്ക് ഒന്ന് പോവാം. വാട്ട് ഈസ് ഇ റേസ് ടു മൈനസ് ബി ടി കോസ് എ ടി യു ഓഫ് ടി? ദാറ്റ് ഈസ് എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, വാട്ട് ഈസ് ഇ റേസ് ടു മൈനസ് ബി ടി സൈൻ എ ടി യു ഓഫ് ടി? ദാറ്റ് ഈസ് എ ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. So by using this equation, we can directly write, that is here sin omega 0 t into e raised to minus a t u of t. Okay, ഇത് അതേ ടേം ആണല്ലോ. അപ്പൊ നമുക്ക് അവിടെ ആ ടേബിളിൽ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? സൈൻ ആണെങ്കിൽ എ ബൈ എസ് സ്ക്വയർ എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. കോസ് ആണെങ്കിൽ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ ആ ഇക്വേഷൻസ് നമുക്ക് ഇവിടെ ഡയറക്ട്ലി കൊടുക്കാം. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് this is equal to what? cos b അവിടെ തന്നെ വെക്കുക. cos b into omega 0 ഇവിടെ
സൈൻ എക്ക് പകരം ഇവിടെ ഒമേഗ 0 ടി ആണുള്ളത്. ഓക്കെ, സോ ഒമേഗ 0 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ പ്ലസ് സൈൻ ബി ഇൻറ്റു എസ് പ്ലസ് എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ. ഇതുപോലെ മാറ്റി എഴുതിക്കൂടെ? ഇത് ക്ലിയർ അല്ലേ? നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് എഴുതാം. ഓക്കെ, ആ ടേബിൾ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഈ ടേബിൾ നോക്കൂ. ഇ റൈസ് ടു മൈനസ് ബി ടി കോസ് എ ടി യു ഓഫ് ടി എന്താണ്? ദാറ്റ് ഈസ് എസ് പ്ലസ് ബി. ബി എന്ന് പറയുന്നത് ഇ റൈസ് ടു ഏത് ടേം ആണ് വന്നത് അതാണ് എസ് പ്ലസ് ബി ആയിട്ട് വരുന്നത്. ഓക്കെ, എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. Then e raised to minus bt sin a t u of t is what? That is a by s plus b whole square plus a square. Okay, വരി a എന്താ വരുന്നത്? കോസ് ഒമേഗ ടിക്ക് പകരം അവിടെ കോസ് എ ടി ആണുള്ളത്. ഓക്കെ, അതുപോലെ സൈൻ ഒമേഗ ടിക്ക് പകരം ഇവിടെ സൈൻ എ ടി ആണുള്ളത്. ഓക്കെ, ഇതേ ഇക്വേഷൻ യൂസ് ചെയ്യുക. എന്നിട്ട് എക്ക് പകരം ഒമേഗ 0 ടിയും ഈ ഇവിടെയുള്ള ബിക്ക് പകരം എന്ത് ചെയ്യുക? എയും യൂസ് ചെയ്യുക. ഓക്കെ, നോക്കൂ, ഈ റൈസ് ടു മൈനസ് എ ടി ആണ്, സോ എസ് പ്ലസ് എ വരും. സൈൻ ഒമേഗ 0 ടി ആണ്, സോ ഇൻസ്റ്റെഡ് ഓഫ് എ ഒമേഗ 0 വരും. ഓക്കെ, അപ്പൊ ഇതുപോലെ മാറ്റി എഴുതാം. അപ്പൊ ഇങ്ങനെ മാറ്റി എഴുതുന്ന സമയത്ത് ഇതൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോമിലായല്ലോ. കോസ് ബി ഇൻറ്റു ഒമേഗ 0 ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ പ്ലസ് സൈൻ ബി ഇൻറ്റു എസ് പ്ലസ് എ ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടും അല്ലേ? അപ്പൊ ഇതാണ് ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് ഡയറക്റ്റ് എഴുതാം. അല്ലാതെ ആ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്കൊരു വലിയ ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടി വരും. അത് കുറേ കോംപ്ലക്സ് ആണ്. സോ നമുക്കിത് എളുപ്പത്തിൽ ഇതുപോലെ എഴുതാം. അതാണ് ഞാൻ ആ ഒരു ടേബിൾ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ ആർ ഒ സി എഴുതാലോ. എന്താണ് ആർ ഒ സി? ആർ ഒ സി ഈസ് വാട്ട്? രണ്ട് കേസ് എടുക്കുകയാണെങ്കിലും ഇതിന്റെ പോൾ ഏതാണ്? പോൾ ഈസ് അറ്റ് എസ് ഈസ് ഈക്വൽ ടു മൈനസ് എ അല്ലെ? എസ് പ്ലസ് എ ആണ്. പോൾ ഈസ് അറ്റ് എസ് ഈസ് ഈക്വൽ ടു മൈനസ് എ. സോ ഇറ്റ്സ് ആർ ഒ സി ഈസ് റിയൽ ഓഫ് എസ് മൈനസ് എ. ഓക്കെ, അവിടെ ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ വേണ്ടത്? റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ മൈനസ് എ ആണ് വരിക. എന്താണ് ഇവിടെ വേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ? എന്താണ് വേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? യെസ്, ഗുഡ്. ഗ്രേറ്റർ ദാൻ അല്ലെ? എന്തുകൊണ്ടാണ്? ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യനിലും തന്നിരിക്കുന്നത് സൈൻ ഒമേഗ 0 ടി പ്ലസ് ബി ഇൻറ്റു റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ആണ്. u of t. Okay, because so ഇവിടെ u of t ആണെങ്കിൽ it is a right side signals ആണ്. So we can write ROC is real of s greater than minus a. Okay, so this is its ROC. അപ്പോൾ നമ്മൾ എന്തായി സിംപ്ലിഫൈ ചെയ്തു വേഗം തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിച്ചു, അതിന്റെ റീജൻ ഓഫ് കൺവേർജൻസും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം നമ്മൾ ആ ടേബിൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഇതുപോലെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതുപോലെയുള്ള കുറച്ച് ന്യൂമറിക് കൂടി ട്രൈ ചെയ്ത് നോക്കാം. നോട്ടിലുണ്ട്. ഇനി ഒറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം പ്രോപ്പർട്ടി. ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ടി ഇ റൈസ് ടു മൈനസ് 2t ഇൻറ്റു യു ഓഫ് ടി. ഓക്കെ, ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2t ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ അവിടെ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2t ഇന്റഗ്രലിൽ വരും. അപ്പം മൾട്ടിപ്ലിക്കേഷൻ വരും. ഓക്കെ, ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ ചെയ്യേണ്ടി വരും. സോ അങ്ങനെ പോവാതെ നമുക്കിതിനെ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളോട് ബൈ യൂസിങ് പ്രോപ്പർട്ടി എന്ന് സ്പെസിഫൈ ചെയ്ത് പറയും. ഇനി പറഞ്ഞില്ല എന്നാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ നമുക്ക് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒക്കെ എന്ത് ചെയ്യാം? പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിത് എങ്ങനെ എഴുതാം? To find Laplace of minus t into e raised to minus 2t
u of t. Okay, this is the question. Okay, so first എഴുതുക, ഈ ടേം മാത്രം കാണാം. What is e raised to minus 2t u of t? അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? e raised to minus 2t u of t 1 by s plus 2 അല്ലേ? ബിക്കോസ് e raised to minus 8t u of t യുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1 by s plus a ആണ്. ഇവിടെ എക്ക് പകരം 2 ആണുള്ളത്. സോ e raised to minus 2t u of t ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് 1 by s plus 2. Okay, and what is t into e raised to minus 2t u of t? ആ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ് വരിക? ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിഫറൻസിയേഷൻ ഇൻ എസ് ഡൊമൈൻ അല്ലേ? ഇവിടെ ടി ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻസിയേഷൻ ഇൻ എസ് ഡൊമൈൻ. സോ ഡി മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് 1 ബൈ എസ് പ്ലസ് 2 അല്ലേ? ആ പ്രോപ്പർട്ടി നോക്കുക. പ്രോപ്പർട്ടീസിൽ ഓക്കെ, ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി നോക്കൂ. 6th പ്രോപ്പർട്ടി ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്താണ്? മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എക്സ് ഓഫ് എസ് ആണ് അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ടി ഇൻറ്റു എക്സ് ഓഫ് എസിന് പകരം ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി ആണ്. സോ മൈനസ് ഡി ബൈ ഡി എസ് ഓഫ് എക്സ് ഓഫ് എസിന് പകരം 1 ബൈ എസ് പ്ലസ് 2. ബിക്കോസ് ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടിയുടെ എക്സ് ഓഫ് എസ് എന്താണ്? 1 ബൈ എസ് പ്ലസ് 2 ആണ്. സോ വി ക്യാൻ റൈറ്റ് 1 ബൈ എസ് പ്ലസ് 2. ഓക്കെ, ആൻഡ് മൈനസ് ടി ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി എന്താണ് വരിക? ഇറ്റ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എസ് ഓഫ് 1 by s plus 2. Okay, that is equal to, because already ഉള്ള നെഗറ്റീവും ആ നെഗറ്റീവും കൂടി ക്യാൻസൽ ചെയ്തു പോയി. നെക്സ്റ്റ് അതിന്റെ വാല്യൂ വിൽ ബി ഈക്വൽ ടു മൈനസ് 1 ബൈ എസ് പ്ലസ് 2 ഹോൾ സ്ക്വയർ. ഡിഫറൻഷ്യൽ ഓഫ് 1 ബൈ എസ് പ്ലസ് 2. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ എന്താണ്? ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇനി ഇങ്ങനെയല്ല, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ടേബിളിലുള്ള വാല്യൂസ് വെച്ചിട്ടും ഡയറക്റ്റ് എഴുതാം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ആദ്യം നോക്കേണ്ടത്. ഒരു ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ വന്നാൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുക, ആ ടേബിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ചിലപ്പോൾ നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് കഴിയും ബൈ യൂസിങ് പ്രോപ്പർട്ടി. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടി വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ, സോ ഇത്ര വരെ ആകുമ്പോൾ നമ്മുടെ ഈ സെക്കൻഡ് മോഡ്യൂൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ.